ജനങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നതാണ്. 100% ഫണ്ടും സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ശിവൻ നായർ, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം മനു മാത്യു, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ. പക്ഷെ കെടുകാര്യസ്ഥതയാണ് കാര്യങ്ങൾ ചെയ്യണ്ടേ. പഞ്ചായത്തിന്റെ ഭരണാധികാരം ഏൽപ്പിച്ചാൽ താങ്കൾക്ക് 5 വർഷം എങ്ങനെയാണ് നിരക്കിട്ടങ്ങ് പോയാൽ മതി. ഇതുപോലൊരു മനോഭാവമാണ് ചിലർക്ക്. ഇനി ഞാൻ ആ വഴിക്കില്ല, അവിടെ ഞാൻ എനിക്ക് പറ്റുന്നത് ചെയ്യുള്ളൂ. ഈ ഒരു മനോഭാവം ശരിയാണോ? വെള്ളിയാമറ്റം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി ഇതാണ്. പഞ്ചായത്ത് ഭരണത്തിൽ UDFന്റെ ഭരണമാണ്, UDFന്റെ നേതാക്കന്മാരാണ് ഭരണം കൈയാളുന്നത്. അവർക്ക് MP ഉണ്ട്, MLA ഉണ്ട്. ഇവിടെ CPMന്റെ അധ്യക്ഷൻ അദ്ദേഹം ആ കാര്യം പരാമർശിച്ചു. ജോയ്സ് ജോർജ് MP ആയിരുന്ന ഘട്ടത്തിൽ കുറെ കാര്യങ്ങളോട് ചെയ്തു. ഇപ്പൊ ഡീൻ കുര്യാക്കോസ് MP ആയിട്ട് 2ാമത്തെ ടേമാണ്. നിങ്ങൾക്ക് ഇവിടെ നല്ല ഭൂരിപക്ഷമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്. ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്തതെന്ന് പറയണമല്ലോ. MP എന്നുള്ള നിലയിൽ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. MP ഫണ്ട് എന്തെങ്കിലും പ്രത്യേകം കൊണ്ടുവരാനായിട്ടുള്ള ഒരു കരുണ കാണിച്ചോ? ഒന്നുമില്ല. ഒരു കാര്യവും ചെയ്യാത്തൊരു MP UDFന്റെ MLA ഇവിടെ കാലങ്ങളായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിച്ചു. പഞ്ചായത്ത് കളിക്കളം ആരംഭിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. പഞ്ചായത്ത് കളിക്കളം ആരംഭിക്കണമെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50 ലക്ഷം MP അല്ലെങ്കിൽ MLA വെക്കൂ, 50 ലക്ഷം കായിക വകുപ്പ് തരും. നാളെ വെള്ളിയാമറ്റം പഞ്ചായത്ത് സ്ഥലം എടുത്തു കൊടുത്ത് നിങ്ങളുടെ MP-യോട് പറയുക, അല്ല MLA-യോട് പറയുക, 50 ലക്ഷം രൂപ വയ്ക്ക്. ഞങ്ങളിവിടെ ഈ കാര്യം ഞങ്ങൾ വെല്ലുവിളിച്ചു ചോദിക്കുകയാണ്. ശ്രീ PJ ജോസഫ് MLA അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ഏതെങ്കിലും പഞ്ചായത്തിൽ ഒരു കളിക്കളത്തിന് വേണ്ടി 50 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടോ? ഇല്ല. റോഷി അഗസ്റ്റിൻ 2 വെച്ചു. കൊന്നത്തടി പഞ്ചായത്തിന് വെച്ചു, വാഴത്തോം പഞ്ചായത്തിന് വെച്ചു. മറ്റ് MLA-മാരെല്ലാം 1-ലധികം പഞ്ചായത്തുകളിൽ തന്റെ 50 ലക്ഷം രൂപ വെച്ചു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി നടപ്പാക്കാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5 ലക്ഷത്തിൽ പരം വീടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതോട് അവർ പറഞ്ഞു, നരേന്ദ്രമോദി BJP പറഞ്ഞു നാഷണൽ ഹൈവേ വന്നു, റോഡുകൾ ഏറ്റെടുത്തു, നാഷണൽ ഹൈവേ വികസനയാകാം. അത് തന്നെ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയുടെ ഒന്നാമത് ഉദാഹരണമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് മേൽപ്പെട്ടി എടുത്ത് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തുകളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ വഞ്ചനയ്ക്ക് നേതൃത്വം കൊടുത്തത് വർഷം കഴിഞ്ഞപ്പോൾ ഈ മാർച്ച് നടത്താൻ കഴിഞ്ഞ 5 വർഷക്കാലമായി എന്നാൽ പിന്നീട് 15-20 വർഷക്കാലം 2015-20 കാലഘട്ടത്തിൽ ശ്രീമതി ഷീബ രാജശേഖരന്റെ നേതൃത്വത്തിൽ LDF പഞ്ചായത്ത് പ്രതി ഈ ജില്ലയിലെ ഏറ്റവും നല്ല പഞ്ചായത്തായി വികസന പ്രവർത്തന കാര്യത്തിൽ ഈ പഞ്ചായത്തിനെ പ്രഖ്യാപിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ആ ഭരണസമിതി പ്രവർത്തിച്ചു എന്നുള്ളത് പഞ്ചായത്തിന്റെ ഭരണത്തിൽ ഈ നാട്ടിലുണ്ടായ നേട്ടങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഏറ്റവും നമ്പർ 1 പഞ്ചായത്തായി വെള്ളിയാമറ്റം പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം നമ്മുടെ എല്ലാ ഓർമ്മയിലുള്ള രീതിയിൽ നല്ല രീതിയിൽ ഭരണമാണ് ഈ കാഴ്ചവെച്ചത്. ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ഞങ്ങൾ ചോദിക്കുന്നത്, ഇവിടെ ഭരിക്കുന്നത് നിങ്ങൾ ആരാണോ എന്നുള്ളതല്ല, UDF സംവിധാനത്തിന് എന്തും മറുപടി പറയാനാണ്, ഈ കെടുകാര്യസ്ഥതയെ കുറിച്ച് എന്തും മറുപടി പറയാനാണ് ഉള്ളത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ അധികാരത്തിലിരിക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നത് നിയന്ത്രിക്കുവാനോ അവയെ നയിക്കുവാനോ UDF-ന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ അതിനടിയിലേക്ക് തകർന്നു വെക്കും. അതിന്റെ വിചാരം അതിനെ ആരും കാണുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ജനങ്ങൾ കൃത്യമായി ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ഈ വിലയിരുത്തൽ നിങ്ങളുടെ അഹങ്കാരത്തിനുള്ള മറുപടിയായിരിക്കും, നിങ്ങളുടെ കെടുകാര്യസ്ഥതയ്ക്കുള്ള മറുപടിയായിരിക്കും, നിങ്ങളുടെ നിരുത്തരവാദിത്തപരമായ സമീപനത്തിനുള്ള മറുപടിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.